നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒളിമ്പിക്സിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ അർജന്റീനയും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഫ്രാൻസിലെ ബോർഡക്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. സമീപകാലത്ത് അർജന്റീനയും ഫ്രാൻസും തമ്മിൽ വലിയ വൈരമാണ് വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടം, അതല്ലെങ്കിൽ ആവേശഭരിതമായ ഒരു പോരാട്ടമാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2018 വേൾഡ് കപ്പിൽ അർജന്റീനയെ പുറത്താക്കിയത് ഫ്രാൻസ് ആയിരുന്നു. പിന്നീട് കിരീടം നേടിയതിനു ശേഷം ഫ്രഞ്ച് താരങ്ങൾ അർജന്റീൻ താരങ്ങളെ പരിഹാസിക്കുന്ന രൂപത്തിലുള്ള ഒരു പാട്ട് പാടിയിരുന്നു. എന്നാൽ 2022 വേൾഡ് കപ്പിൽ ഇതിനെ പകവീട്ടാൻ, അതല്ലെങ്കിൽ പ്രതികാരം തീർക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചിരുന്നു. അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. തുടർന്ന് ഒളിമ്പിക്സിന് എത്തിയ അർജന്റീന താരങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നും വലിയ കൂവലുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ ഒരു മത്സരം അരങ്ങേറുന്നത്. മത്സരം നടക്കുന്നത് ഫ്രാൻസിൽ ആയതിനാൽ അവരുടെ ആരാധകർ അർജന്റീനക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. എന്നാൽ ഇത് മറികടക്കാൻ വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീനയിൽ നിന്നും അൾട്രാസിനെ ഇറക്കിയിട്ടുണ്ട്. അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബുകളായ സാർമിയന്റോ, റിവർ പ്ലേറ്റ്, ബൊക്ക ജൂനിയേഴ്സ്, സാൻ ലോറൻസോ തുടങ്ങിയവരുടെ അൾട്രാസ് ഗ്രൂപ്പുകളെയാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ചാർട്ടേഡ് വിമാനത്തിൽ ഇപ്പോൾ ഫ്രാൻസിൽ എത്തിച്ചിട്ടുള്ളത്. ബരാസ് ബ്രാവാസ് എന്നാണ് ഈ ഒരു അർജന്റീനയുടെ ആരാധക കൂട്ടം പൊതുവെ അറിയപ്പെടാറുള്ളത്. ഈ ആരാധക കൂട്ടം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. തങ്ങളുടെ ടീമിന് വേണ്ടി അഥവാ അർജന്റീനക്ക് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഈ ഒരു ആരാധക കൂട്ടം സജീവമായി കൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ രണ്ട് ടീമിനും ശക്തമായ ഒരു ആരാധക കൂട്ടം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതകളെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സമീപകാലത്ത് അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു ശത്രുത, അല്ലെങ്കിൽ ആ ഒരു വൈരം ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് ഉള്ളത്. ആദ്യ മത്സരത്തിൽ അർജന്റീന താരങ്ങൾക്ക് ഫ്രാൻസിലെ ആരാധകരിൽ നിന്നും പടക്കയേറ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം നടക്കുക കനത്ത ഒരു സന്നാഹത്തിലും അതുപോലെ തന്നെ സുരക്ഷയിലുമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.